അല്ലെങ്കിൽ വലിയ സിനിമകൾ ചെയ്യുമ്പോൾ കഥാപാത്രമാണോ നോക്കുന്നത്, അല്ലെങ്കിൽ ലാർജർ ആൻഡ് ലൈഫ് അങ്ങനത്തെ രീതിയിലാണോ നോക്കുന്നത്? ഞാൻ നേരത്തെ സംസാരിച്ചപ്പോൾ തന്നെ പറഞ്ഞു, ഈ സിനിമയുടെ കഥ പറഞ്ഞപ്പോൾ അതിൽ കുറച്ച് പ്രത്യേകതകളെല്ലായിട്ട് തോന്നി. ഒരു നോർമൽ സിനിമയുടെ കഥയായിട്ടല്ല. റീഇൻകാർണേഷനെ കുറിച്ചുള്ള സിനിമകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ബട്ട് ദിസ് ഈസ് സംതിങ് ഡിഫറെന്റ്. റീഇൻകാർണേഷൻ ആണെന്ന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. കാര്യം 2 ഈറയിൽ പറയുന്ന കഥയാണ്. സോ അതില് ബേസിക്കായിട്ട് ഞാൻ പറഞ്ഞത് തന്നെ എൻ്റെ അത് കോണ്ടന്റ് വൈസ് അതിന് ലവ് എന്ന് പറയുന്നതിന് വലിയൊരു സ്ഥാനം, അച്ഛൻ മകൻ എന്നൊക്കെ പറയുന്ന റിലേഷൻഷിപ്പിന് വലിയ സ്ഥാനമുണ്ട്. ഞാൻ അതാ പറയാം, സോ മെനി ആക്ഷൻസ്. സാധാരണ സിനിമയിൽ കാണാൻ എന്തായാലും കൂടുതലൊരു ആക്ഷൻ ഉണ്ട്. ഒരു ഡിഫറെൻറ്റ് പീരിയഡിലുള്ള ഫിലിമാണ്. അത്തരം സിനിമകൾ ഞാൻ അധികം ചെയ്തിട്ടില്ല. ആൻഡ് ഓഫ് കോഴ്സ് ഓൾവേസ് ഐ സേ ഐ ട്രസ്റ്റ് മൈ ഡയറക്ടർ മോർ ദാൻ എനി അതർ തിങ്. ഐ ട്രസ്റ്റ് മൈ ഡയറക്ടർ എന്ന് പറയും. സോ ഐ ഹാഡ് ദാറ്റ് കൈൻഡ് ഓഫ് കോൺഫിഡൻസ് വിത്ത് നന്ദ കൃഷ്ണ. അതുകൊണ്ടാണ് ഈ സിനിമ അക്സെപ്റ്റ് ചെയ്തത്. അത് സിനിമ കണ്ടിട്ട് പറയാൻ പറ്റുള്ളൂ. അത് എത്രത്തോളം സക്സസ്ഫുൾ എന്നൊക്കെ ഉള്ളത് സിനിമയുടെ റണ്ണിങ്ങിനെ പറ്റിയൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ബട്ട് ഫോർ മീ ഈ സിനിമ നല്ലൊരു കഥയായിട്ട് തോന്നി, എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിട്ട് തോന്നി, അതിൻ്റെ അതൊരു ഇമോഷണൽ വാല്യൂ ഉള്ള സിനിമയായിട്ട് തോന്നി. സോ ഐ ഡിഡ് ദാറ്റ് ഫിലിം.